കേരള പോലീസ് അക്കാദമിയിലും IPRTCയിലും വിവിധ സായുധ പോലീസ് ബറ്റാലിയനുകളുമായി പരിശീലനം പൂർത്തിയാക്കിയ 2279 സായുധ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഓത്ത് ടേക്കിംഗ് സെറമണി. ഹലോ ഹലോ മൈക്ക് ചെക്ക്. ഹലോ. കേരള പോലീസ് അക്കാദമിയുടെ കീഴിൽ 2279 പോലീസ് റിക്രൂട്ട് ട്രെയിനികൾ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുകയാണ്. ഇത്തരത്തിൽ ഇത്ര വലിയ ഒരു ബാച്ചിൻ്റെ പരിശീലനം ആദ്യമായി ഒരു കുടക്കീഴിൽ ട്രെയിനിങ് വിങ്ങിൻ്റെ കീഴിൽ നടത്തുന്നത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ബാച്ചിൽ നിന്നും അക്കാലത്ത് കോവിഡിൻ്റെ മഹാമാരിയിൽ നമ്മെ വിട്ടുപോയ ഹരീഷിനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. ആ കുടുംബത്തിന് ഉള്ള ദുഃഖം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖമാണ്. ആ ദുഃഖം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. ഈ 2279 പേർക്കും ഭാവിയിൽ മികച്ച രീതിയിലുള്ള പോലീസ് പ്രവർത്തനം നടത്തുവാനായി അവസരമുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അർച്ചന, കേരള പോലീസ് അക്കാദമിയിലെ ട്രെയിനിയാണ്. ഈ കോവിഡ് മഹാമാരിയിലും കേരള പോലീസിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ ഈ ട്രെയിനിങ് പീരീഡിൽ ഭാഗമാകാൻ സാധിച്ച ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്.
സന്തോഷത്തിന്റെയും ദിനങ്ങളാണ്. അക്കാഡമിയിലെ പരിശീലനം വഴി ശാരീരികമായും മാനസികമായും കരുത്താർജിക്കാൻ കഴിയുകയും കേരള പോലീസിലെ ആയുധങ്ങളിൽ നിന്നും പ്രാഗൽഭ്യം നേടുവാൻ കഴിഞ്ഞതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ഡയസിൻ്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ ഓണർ എത്രയും പെട്ടെന്ന് വന്ന് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ബൈക്കുകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്ത എല്ലാവരും വന്ന് എത്രയും വേഗം വന്ന് അതിൻ്റെ ഡയസിൻ്റെ മുൻഭാഗത്ത് നിന്ന് വാഹനങ്ങൾ എടുത്ത് മാറ്റാൻ നിർദ്ദേശിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേരള പോലീസ് അക്കാദമിയിലും IPRTCയിലും വിവിധ സായുധ പോലീസ് ബറ്റാലിയനുകളുമായി പരിശീലനം പൂർത്തിയാക്കിയ 2279 സായുധ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഓത്ത് ടേക്കിംഗ് സെറമണിയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളം കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലും അതിരിടുന്ന മനോഹര ദേശം. മഞ്ഞും മലയും ഋതുഭേദങ്ങളും കനിഞ്ഞനുഗ്രഹിച്ച മനോഹര മലയാള നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പൂരവും തുള്ളലും കഥകളി മേളവും പൂപ്പന്തും തെയ്യവും തിറയും പുള്ളോർക്കുടങ്ങളും കൊയ്ത്തും നിലാവുമുണരുന്ന മലയാള മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഓർമ്മകളുറങ്ങുന്ന തൃശ്ശിവപ്പേരൂർ. പൂരത്തിൻ്റെ കേളികൊട്ടും പുലിക്കളിയുടെ താളങ്ങളും ഈ നാടിൻ്റെ ഗതകാല സ്മരണകൾക്ക് സിന്ദൂരമണിയിക്കുന്നു. തൃശ്ശിവപ്പേരൂരിൻ്റെ ഓരം ചേർന്ന് നിളയിലെ കടത്തുതോണിക്കാരൻ്റെ പാട്ടിന് കാതോർത്ത് കലാമണ്ഡലത്തിൻ്റെ കളിവിളക്കിൻ്റെ വെളിച്ചത്തിൽ കലയുടെ ആചാര്യന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മഹാരഥന്മാർ നടന്നുപോയ കളരികൾക്കരികിൽ രാമവർമ്മപുരം എന്ന ഈ ഗ്രാമം. ഇടതൂർന്നു നിൽക്കുന്ന ഹരിതവൃക്ഷങ്ങൾ, ചുറ്റും മാമരങ്ങൾ നിഴൽ വിരിക്കുന്ന, മയിലുകൾ നൃത്തമാടുന്ന മണ്ണിൽ അരുണകിരണങ്ങൾ അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ ഉഷസ്സിൻ്റെ സഹസ്രദളങ്ങൾ വിരിയിക്കുമ്പോൾ പരേഡിൻ്റെ ചടുലത്താളങ്ങൾ കേട്ട് കൺതുറക്കുന്ന കേരള പോലീസ് അക്കാദമി. കത്തിയെരിയുന്ന വേനൽക്കാലത്തും നേർത്ത മഞ്ഞുതുള്ളികൾ പരവതാനി വിരിക്കുന്ന മകരമാസത്തിലും പുഴകളും നദികളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാലവർഷത്തിലും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിമിന്നൽ പിണരുകൾ മണ്ണിൻ്റെ മാറിൽ പെയ്തിറങ്ങുന്ന തുലാവർഷ പേമാരിയിലും പിഴയ്ക്കാത്ത ചുവടുകളും ഇടറാത്ത ഹൃദയങ്ങളും നെയ്തെടുക്കുന്ന മഹത്തായ ഗുരുകുലം കേരള പോലീസ് അക്കാദമി. ഇവിടെ ഒരു മഹത്തായ യാത്രയുടെ തുടക്കം, ഒരു മഹാതപസ്യയുടെ തുടക്കം.
പഠിച്ച് ഹൃദിസ്ഥമാക്കിയ പാഠങ്ങൾ നൽകുന്ന ആത്മധൈര്യവുമായി, നിതാന്ത ജാഗ്രതയാർന്ന മനസ്സും ചിമ്മാത്ത കണ്ണുകളുമായി, സമൂഹത്തോടൊപ്പം കാലത്തോടൊപ്പം ധർമാധർമ്മങ്ങളുടെ വേർതിരിവുകളിലൂടെ ജീവിതത്തിൻ്റെ നാട്ടുവഴികളിലും നടപ്പാതകളിലും പൂരപ്പറമ്പുകളിലും ഋതുവ്യതിയാനങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ വരമ്പ് ഞരമ്പുകളിലൂടെ നിത്യപഥികരായി അങ്ങ് അനന്തപുരി മുതൽ ബേക്കൽ കോട്ട വരെ ചുറ്റും വെൺമേഘങ്ങൾ പാറുന്ന സഹ്യ ഗിരിനിര കോട്ടകളിൽ, കവിത നിറഞ്ഞ നാട്ടിടവഴികളിൽ, പുഴയോരത്തെ റെയിൽപാതകളിൽ, രാത്രിവണ്ടികളിൽ, പുഞ്ചവയൽ പരപ്പുകളിൽ, കർഷക മാടങ്ങളിൽ, ഗ്രാമക്ഷേത്രങ്ങളിൽ, താലപ്പൊലിപ്പാടങ്ങളിൽ, വേലപൂരങ്ങളിൽ എന്നല്ല, കിഴക്ക് തുറന്നിട്ട വിദൂര നീലിമയോളം കേരളത്തിന് നെടുകയും കുറുകയും ഇവർ വരുന്നു. കേരള പോലീസ് അക്കാദമിയിലും IPRTCയിലും വിവിധ സായുധ പോലീസ് ബറ്റാലിയനുകളുമായി പരിശീലനം പൂർത്തിയാക്കിയ 2279 സായുധ പോലീസ് കോൺസ്റ്റബിൾമാർ ഇന്ന് നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന പോലീസ് സേനാ വിഭാഗത്തിൻ്റെ ഭാഗമാകുന്ന ഈ യുവഹൃദയങ്ങളെ അനുഗ്രഹിച്ചാലും. സംസ്ഥാനത്തെ വിവിധ ബറ്റാലിയനുകളിൽ ഒരേ സമയം നടക്കുന്ന ഈ ചടങ്ങിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മുഖ്യാതിഥിയായി ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവർകൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും തത്സമയം പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിക്കും. ഈ ഓത്ത് ടേക്കിംഗ് സെറമണിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഫോൾ ഇൻ കോൾ മുഴങ്ങുമ്പോൾ പരേഡിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ ബൈജു RL സേനാംഗങ്ങളെ ഈ മൈതാന മധ്യത്തിൽ അണിനിരത്തും. left, right, left, right, left.
ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിക്ക് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഓരോ ദിവസവും ഉയരുന്ന രോഗവ്യാപന തോതും മരണനിരക്കും നടുക്കമുളവാക്കുന്ന വാർത്തകളായി നമ്മുടെ കാതുകളിൽ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക്ക്ഡൗൺ കാലത്തെ ഡ്യൂട്ടിക്കിടയിൽ കേരള പോലീസിന്റെ കരുതലോടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും അവ ജനങ്ങളിൽ ഉളവാക്കിയ വിശ്വാസവും സ്വാധീനവും അടുത്തറിയുവാനും സാധിച്ച ഈ 2279 പോലീസ് കോൺസ്റ്റബിൾ പരിശീലനാർത്ഥികൾ ഇക്കാലയളവിൽ ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ ഉൾക്കരുത്ത് ഔദ്യോഗിക ജീവിതത്തിലുടനീളം ഇവർക്ക് മുതൽക്കൂട്ടാവും. പരിശീലനത്തിൻ്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ആനന്ദ് സി മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ തിരുവാലി ദേശത്തെ ജ്യോതിസ് ഹൗസിൽ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറായ ശ്രീ പ്രദീപ് കുമാർ സിയുടെയും ശ്രീമതി ജ്യോതി എന്നിൻ്റെയും പുത്രനാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ബൈജു ആർ.എൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വഴുതൂർ ദേശത്ത് ബൈജു നിവാസിൽ ശ്രീ രാജേന്ദ്രൻ്റെയും ശ്രീമതി ലതയുടെയും പുത്രനാണ്. കേരള പോലീസ് അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ചടങ്ങിന് നേരിട്ടും വിവിധ ഇടങ്ങളിൽ നിന്ന് ഓൺലൈനിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിലെയും മറ്റു വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യം അർപ്പിച്ചുകൊള്ളുന്നു. ഇപ്പോൾ പരേഡിൻ്റെ പൂർണ്ണ ചുമതലയും നിയന്ത്രണവും സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ ബൈജു ആർ.എൽ പരേഡ് കമാൻഡർ ശ്രീ ആനന്ദ് സിയെ ഏൽപ്പിക്കുന്നു. Oath taking ceremony is ready to commence, sir. Okay. ഈ പാസിംഗ് ഔട്ട് പരേഡിന് രാഗഭാവ ലയഭംഗി പകരുന്നത് ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ പവിത്രൻ PP നയിക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ബ്രാസ് ബാൻഡ് വാദ്യസംഘമാണ്. ലോക ചരിത്രം കോവിഡിന് മുൻപും ശേഷവുമെന്ന് അടയാളപ്പെടുത്തുമ്പോൾ സമസ്ത മേഖലകളിലും തിരിച്ചടികൾ നേരിട്ട് ഹതാശരായ ജനസമൂഹത്തെയായിരിക്കും കോവിഡിന് ശേഷമുള്ള നാളുകളിൽ സേവിക്കേണ്ടി വരിക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അവർക്ക് സാന്ത്വനമേകുന്നതും അതിജീവിതത്തിന് ഉതകുന്നതുമായ ഇടപെടലുകളിലൂടെ കർമ്മരംഗത്ത് മുന്നേറുവാൻ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻകാലങ്ങളിൽ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പരിശീലനം വിവിധ ബറ്റാലിയനുകളിലാണ് നടന്നിരുന്നത്. പരിശീലനത്തിന് ഒരു ഏകീകൃത സ്വഭാവം വരുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും പ്രത്യേക താൽപ്പര്യവും നിർദ്ദേശവും പ്രകാരം തൃശ്ശൂർ ആസ്ഥാനമായി ഇൻ്റഗ്രേറ്റഡ് പോലീസ് റിക്രൂട്ട് ട്രെയിനിങ് സെൻറ്റർ രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ പുതുതായി രൂപീകരിച്ച IPRTCയിലും കേരള പോലീസ് അക്കാദമി, KAP1, KAP2, KAP3, KAP4, KAP5, SAP, MSP, RRRF എന്നിവിടങ്ങളിലുമായി ADGP ട്രെയിനിങ് ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമിയുടെ മേൽനോട്ടത്തിൽ ഏകീകൃതമായി പരിശീലനം പൂർത്തിയാക്കിയ പ്രഥമ ബാച്ചാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗമാകുന്നത്. ഇവരിൽ KAP1 നിന്നും 118 പേർ, KAP2 256 പേർ, KAP3 238 പേരും, KAP4 242 പേരും, KAP5 117 പേരും, MSP 343 പേരും, SAP 222 പേരും, RRF 117 പേരും, കേരള പോലീസ് അക്കാദമിയിൽ 319 പേരും, IPRTC 308 പേരുമാണ് ട്രെയിനിങ് പൂർത്തിയാക്കുന്നത്. ഇവരിൽ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 21
വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരും 2 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുമുണ്ട്. 2279 പേരുടെ ട്രെയിനിങ് ഒരേ സമയം നടത്തുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധിക്കുക എന്നത് കേരള പോലീസ് ട്രെയിനിങ് ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് ആൻഡ് ഡയറക്ടർ IPRTC ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവറുകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. Parade! Attention! Parade! General salute! Present! Arm! Parade! Order! Arm! Parade! Standard is കേരള പോലീസിൻ്റെ പുത്തൻ മുഖങ്ങൾ പോലീസിൻ്റെ മനുഷ്യത്വ സ്വഭാവം വിളിച്ചോതുന്നവയാണ്. വളരെ വിശാലമായ പ്രവർത്തന മേഖലയാണ് പോലീസിനുള്ളത്. ഇവർ COVID-19 മഹാമാരിക്കിടയിൽ 3.5 മാസത്തോളം കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി ബോധവൽക്കരണം, വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജനമൈത്രി ബീറ്റ് പെട്രോളിങ്ങിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ വീട്ടിൽ നിന്ന് ലോക്ക്ഡൗൺ കാലത്ത് പുറത്തിറങ്ങാതിരിക്കാനായി വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ ചെയ്തിട്ടുണ്ട്. ഒപ്പം പോലീസ് ജോലികളെക്കുറിച്ച് അടുത്തുനിന്ന് കണ്ടു പഠിക്കുവാനും ഇവർക്ക് അവസരം ലഭിച്ചു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ മറ്റ് സേനാ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള പോലീസിന് അസൂയാവഹമായ നേട്ടമാണുള്ളത്. ഈ 2279 പരിശീലനാർത്ഥികളിൽ അടിസ്ഥാന യോഗ്യതയായ +2 കൂടാതെ MTech ബിരുദമുള്ള 19 പേരും BTech ബിരുദമുള്ള 306 പേരും MBA ബിരുദമുള്ള 26 പേരും വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ള 173 പേരും ബിരുദാനന്തര ബിരുദവും B.Edമുള്ള 9 പേരും ബിരുദവും B.Edമുള്ള 13 പേരും ബിരുദമുള്ള 1084 പേരും ഡിപ്ലോമയുള്ള 138 പേരും ITI യോഗ്യതയുള്ള 19 പേരും BCA ബിരുദമുള്ള 10 പേരും BBA ബിരുദമുള്ള 2 പേരും ഉൾപ്പെടുന്നു. പോലീസ് സ്റ്റേഷനിലെ COVID-19 ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഓൺലൈൻ വഴി ഇൻഡോർ ക്ലാസുകൾ, ഔട്ട്ഡോർ ക്ലാസുകൾ, യോഗ, ആയുധ പരിശീലനം, ഫീൽഡ് ക്രാഫ്റ്റ്, മെൻ്റൽ ഹെൽത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലാസുകളിലും ഇവർ പങ്കെടുത്തു. കൂടാതെ പോലീസ് സ്റ്റേഷനുകളിലെ അനുദിന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള അപൂർവ അവസരവും ഇവർക്ക് ലഭിച്ചു. ലോക്ക്ഡൗൺ ഇളവുകൾ പ്രാബല്യത്തിൽ വരികയും പരിശീലന പരിപാടികൾ തുടരുവാൻ അനുവാദം ലഭിക്കുകയും ചെയ്തപ്പോൾ 15/7/2020 തീയതി മുതൽ ഇവരുടെ ബേസിക് ട്രെയിനിങ് പുനരാരംഭിക്കുകയുണ്ടായി. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെയും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിൻ്റെയും ആശങ്ക അകറ്റുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുക്കുകയും വിവിധ വകുപ്പുകളുടെ ഏകോപനവും സഹകരണവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിനാൽ COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ മികച്ച പരിശീലനം നടത്തുവാൻ സാധിച്ചിട്ടുള്ളതുമാണ്. പരിശീലനത്തിൻ്റെ ഭാഗമായി പരിശീലനാർത്ഥികൾക്ക് കളരി, യോഗ, കരാട്ടെ, ഡ്രൈവിംഗ് എന്നിവയിൽ പരിശീലനം നൽകി. കേരള പോലീസിൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന
ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും ഫയറിംഗ് പരിശീലനവും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ലോകരാഷ്ട്രങ്ങൾ നമിക്കുന്ന ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ള രാഷ്ട്രം, ഏകാധിപത്യവും ഉദ്യോഗസ്ഥ ഭരണവും രാജഭരണവും ഒക്കെ പരീക്ഷിച്ച് മറ്റു രാഷ്ട്രങ്ങൾ കിതച്ചു നിൽക്കുന്നു. എന്നാൽ ഭാരതത്തിൽ 1947 ഓഗസ്റ്റ് 15 ഉദിച്ചുയർന്ന ജനാധിപത്യ സൂര്യൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ നിലകൊള്ളുന്നു. ഇതിൽ സേനാംഗങ്ങളുടെ നിസ്വാർത്ഥമായ പങ്ക് അനിർവചനീയമാണ്. സാമൂഹിക ജീവിതത്തിലെ സമസ്ത മേഖലകളെയും ഇവർ സാകൂതം നിരീക്ഷിക്കുന്നു. ഇവിടെ ഇതാ കാലഘട്ടത്തിനനുസൃതമായി പരിശീലിക്കപ്പെട്ട പുത്തൻ നാമ്പുകൾ. ഈ സമയം ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ ബി സന്ധ്യ IPS അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. Parade! Attention! Parade! General salute! Present arms! Parade! Order! Arms! Parade! Standard is ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോലീസ് ഡ്യൂട്ടികൾ നടപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇവർക്ക് പൊതുജനങ്ങളോട്, പ്രത്യേകിച്ചും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള അവശ വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇതര ഭിന്നലിംഗക്കാർ എന്നിവരോട് അനുഭാവം പ്രകടിപ്പിച്ച് എങ്ങനെ പോലീസ് ഡ്യൂട്ടി നിർവഹിക്കാമെന്ന് പ്രത്യേക ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. IPC, CRPC, കേരള പോലീസ് ആക്ട്, ഭരണഘടന തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസുകൾ നൽകി ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി, ഫോറൻസിക് മെഡിസിൻ, ദുരന്ത നിവാരണം, സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കൽ, പ്രഥമ ചികിത്സ എന്നിവയിലെ വിദഗ്ധരുടെ ക്ലാസുകൾ പരിശീലനത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പൗരൻ്റെ അന്തസ്സിന് കാവലാളായി നിയമവാഴ്ച നടപ്പിലാക്കുവാൻ ഇവരെ പര്യാപ്തമാക്കുന്ന പരിശീലനം നൽകിയിട്ടുണ്ട്. തൊഴിൽപരമായി നല്ല വൈദഗ്ധ്യമുള്ള, അറിവും കഴിവും സത്യസന്ധതയുമുള്ള, ജനങ്ങളോട് സൗമ്യമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക എന്നതാണ് കേരള പോലീസ് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം തൻ്റെ ജോലിയോട് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കാത്തുസൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നൈപുണ്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഇവരിൽ ആരോഗ്യപരമായ ശീലങ്ങൾ, ഉദാരത, സത്യസന്ധത, സൂക്ഷ്മവീക്ഷണം, അച്ചടക്കം മുതലായവ വളർത്തുകയും ചെയ്യുക എന്നതാണ്. സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊഴിൽപരമായ മികവും അറിവും മെച്ചപ്പെടുത്തുന്നതിനും പുതിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് തൊഴിൽക്ഷമത ഉയർത്തുന്നതിനുമുള്ള മാർഗനിർദ്ദേശക കോഴ്സുകൾ അക്കാഡമിയിൽ നടത്തിവരുന്നു. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും
സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രധാന കർത്തവ്യം. കേരള പോലീസിന് പൊതുജനങ്ങളിൽ സ്വീകാര്യതയും വിശ്വാസവും ഉയർത്തുന്നതിന് വൃദ്ധജനങ്ങൾ, മുതിർന്നവർ, സ്ത്രീകൾ, കുട്ടികൾ ഇത്തരം ആളുകളോട് എപ്രകാരമാണ് ഇടപെടേണ്ടതെന്നതിനെക്കുറിച്ച് വിശദവും വിദഗ്ധവുമായ സ്വഭാവ രൂപീകരണ ക്ലാസുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ മറ്റ് സേനാ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള പോലീസിന് അസൂയാവഹമായ നേട്ടമാണുള്ളത്. ഈ 2279 പരിശീലനാർത്ഥികളിൽ അടിസ്ഥാന യോഗ്യതയായ +2 കൂടാതെ എംടെക് ബിരുദമുള്ള 19 പേരും, ബിടെക് ബിരുദമുള്ള 306 പേരും, MBA ബിരുദമുള്ള 26 പേരും, വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ള 173 പേരും, ബിരുദാനന്തര ബിരുദവും BEഡുമുള്ള 9 പേരും, ബിരുദവും BEഡുമുള്ള 13 പേരും, ബിരുദമുള്ള 1084 പേരും, ഡിപ്ലോമയുള്ള 138 പേരും, ITI യോഗ്യതയുള്ള 19 പേരും, BCA ബിരുദമുള്ള 10 പേരും, BBA ബിരുദമുള്ള 2 പേരും ഉൾപ്പെടുന്നു. മികച്ച രീതിയിൽ ട്രെയിനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തെവിടെയും പോലെ നമ്മുടെ സംസ്ഥാനത്തും COVID-19 എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത്. ലോക്ക്ഡൗൺ കാലത്ത് ട്രെയിനികളെ അവരവരുടെ മാതൃ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനമൈത്രി പോലീസ് ഡ്യൂട്ടിക്കായി നിയമിക്കുകയുണ്ടായി. ഈ സമയം ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവറുകൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും തത്സമയം പങ്കെടുത്ത് പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു.
കേരളത്തിൽ പോലീസ് ട്രെയിനിങ് ആരംഭിക്കുന്നത് 1882 ആണ്ടിൽ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ സ്ഥാപിതമായ പോലീസ് ട്രെയിനിങ് സ്കൂൾ മുതലാണ്. തിരുവനന്തപുരത്ത് 1943 മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ പോലീസ് ട്രെയിനിങ് കോളേജ് ആ ചരിത്രത്തിൻ്റെ ഭാഗഭാക്കായി ഇന്നും നിലനിന്നു പോരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ തൻ്റെ പോലീസ് സേനയ്ക്ക് പരിശീലനം നൽകുവാൻ ആരംഭിച്ചതാണ് തിരുവിതാംകൂർ പോലീസ് ട്രെയിനിങ് സ്കൂൾ. ഈ സ്ഥാപനം തിരുവിതാംകൂർ പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂർ റോയൽ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടിസ്ഥാന പരിശീലനത്തിൻ്റെ ഭാഗമായി ആയോധന കലകൾ, കായികാഭ്യാസം, ഭാഷാപഠനം മുതലായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു. ഈ സമയം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം പങ്കെടുത്ത് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. Parade! Attention! Parade! General salute! Present! Arm! Parade! Order! Arm! ഈ സമയം മന്ത്രമധുരമായ വാദ്യസംഗീതത്തിൻ്റെ ഈണത്തിൽ സേനാംഗങ്ങളുടെയും കേരള പോലീസിൻ്റെയും പോലീസ് അക്കാദമിയുടെയും പതാകകളുടെ അകമ്പടിയോടെ ദേശീയ പതാക ഈ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടും. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയ ഗാനത്തിൻ്റെ അകമ്പടിയോടെ നാഷണൽ സല്യൂട്ട് പ്രസൻറ്റാം നൽകും. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. Flag bearers! On parade! Parade! National salute! Present! Arm! Parade! Order! Arm! ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽ തിരമാലകൾ വരെ വന്നിക്കുന്ന കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായ അശോക ചക്രാങ്കിത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി വർഗവർണ്ണ ജാതി മത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് നിയമാനുസൃതമായി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഈ സമയം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇവർക്കുള്ള സത്യപ്രതിജ്ഞാ വാചകം ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ ടി കെ സുബ്രഹ്മണ്യൻ അവർകൾ ചൊല്ലിക്കൊടുക്കും.
ഞാൻ ഞാൻ ആനന്ദ് സി ഇന്ത്യ രാജ്യത്തോടും ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും വിശ്വസ്തതയും കൂറും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. Change arms! Flag bearers! March off! Parade! National salute! Present arms! Parade! Order! Arms! Parade! Standard is... ഈ സമയം വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും വിവിധ പോലീസ് ബറ്റാലിയൻ പരിശീലനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. വിവിധ ബറ്റാലിയനുകളിലായി 2279 പേരാണ് ഇന്ന് പ്രതിജ്ഞ ചൊല്ലി പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇതില് 300-ലധികം പേര് ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ 182 പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ട് തന്നെയാണ്. 25 MBA ബിരുദധാരികളുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ
ഈ അടുത്ത കാലത്തുള്ള റിക്രൂട്ട്മെന്റുകളെല്ലാം പരിശോധിച്ചാൽ ഈ തരത്തിൽ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും സാങ്കേതിക വിദഗ്ധരും എല്ലാം പോലീസിൽ ചേരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പോലീസ് പരിശീലനത്തിന്റെ കാര്യത്തിൽ ഏറെ പുതുമകളുള്ള പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ് നിങ്ങളുടെ. ഇതുവരെ വിവിധ ബറ്റാലിയനുകളിലാണ് പരിശീലനം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശീലനത്തിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല. തൃശൂർ ആസ്ഥാനമായി ഇന്റഗ്രേറ്റഡ് പോലീസ് ട്രെയിനിങ് സെന്ററിന് രൂപം നൽകിയതോടെ ഈ കാര്യത്തിൽ മാറ്റം വരികയാണ്. ഈ സെന്ററിലും കേരള പോലീസ് അക്കാദമി, SAP, MSP, RRF, KAP 1 മുതൽ 5 വരെ ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിലായി ഏകീകൃതമായ പരിശീലനം പൂർത്തിയാക്കിയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അതിനുള്ള ആദ്യ ബാച്ചാണ് നിങ്ങളുടെ. ഈ പരിശീലന പരിപാടി കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെ മാറുകയാണ്. സാമൂഹ്യ ജീവിതം വളരെയധികം കലുഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ 2279 പേരുടെ പരിശീലനം ഒരേ സമയം പൂർത്തിയാക്കി പുറത്തിറങ്ങുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പരിശീലനത്തിനിടെയാണ് മഹാമാരിയെ നമുക്ക് നേരിടേണ്ടി വന്നത്. ഈ പകർച്ചവ്യാധി നേരിടുക എന്നത് പരിശീലനാർത്ഥികൾക്ക് ലഭിച്ച മികച്ച അവസരമായി തന്നെയാണ് കാണേണ്ടത്. ലോക്ക്ഡൌൺ കാലത്ത് ട്രെയിനികളെ അവരുടെ മാതൃ സ്റ്റേഷൻ പരിധിയിൽ ജനമൈത്രി പോലീസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത് ഈ ലക്ഷ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ബോധവൽക്കരണ പരിപാടികൾ, അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് നിർവഹിക്കേണ്ട പൊതുവായ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ പോലീസിന്റെ ഡ്യൂട്ടി നിർവഹണത്തോടൊപ്പം സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി നിറവേറ്റാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. മഹാമാരിയെ നേരിടാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസ് കാലയളവ് മുഴുവൻ ജനങ്ങളോടൊപ്പം ഏത് രീതിയിൽ കഴിയണം എന്നതിൻ്റെ തുടക്കമായി ഈ പരിശീലന കാലത്തെ നിങ്ങൾ എടുക്കണം. കാരണം അത്ര വലിയൊരു അനുഭവം നിങ്ങൾക്ക് മുൻപ് പരിശീലനം ലഭിച്ച ഒരു കൂട്ടർക്കും കിട്ടാനിടയില്ല. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെയുള്ള പരിശീലനം ലഭിച്ച് പുറത്തിറങ്ങുന്നവർ ഒരു പ്രത്യേക മനോഭാവത്തോടെയാണ് പലരും സമൂഹത്തെ സമീപിച്ചിരുന്നത്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിൽ നിന്ന് പരിശീലനത്തിന്റെ രീതി തന്നെ മാറ്റി. ഇപ്പോ
സമൂഹത്തെ പ്രധാനമായി കണ്ടുകൊണ്ട് തന്നെയുള്ള പരിശീലന രീതിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെതായ മാറ്റം മൊത്തത്തിൽ പോലീസിൽ കാണാനും നമുക്ക് കഴിയും. പക്ഷേ ആയിരക്കണക്കിൽ അംഗങ്ങളുള്ള ഒരു സേന എന്ന നിലക്ക് അവരെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ് പലരും എന്നതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നാം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്നു എന്നത് നാം മനസ്സിലെപ്പോഴും കരുതലായി സൂക്ഷിക്കണം. എപ്പോഴും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായി നിൽക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു കളരിയാണ് ഈ കോവിഡിനെതിരെയുള്ള പോരാട്ട കാലത്ത് ലഭിച്ചത്. കാരണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അതേ രീതിയിൽ അത്തരം ഒരു മനോഭാവത്തോടെ നീങ്ങാൻ നമുക്ക് കഴിയണം. നാം ഏത് ഉദ്യോഗസ്ഥനായാലും നമ്മുടെ താഴെ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഏത് ഉദ്യോഗസ്ഥനായാലും നമ്മളെല്ലാം പൊതുജന സേവകരാണ് എന്ന ധാരണ നമ്മളിൽ ഉണ്ടാവും. പൊതുജനങ്ങളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാന നിലപാട്. എന്നാൽ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ, ക്രമസമാധാനം ഉറപ്പുവരുത്താൻ അതിനുള്ള ചുമതല പോലീസിനുണ്ട്. മറ്റുദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് കുറ്റാന്വേഷണം നടത്താനും ക്രമസമാധാനം പാലിക്കാനും നമ്മുടെ നാടിൻ്റെ നിയമക്രമം ശരിയായ രീതിയിൽ പാലിച്ചു പോകാനുമെല്ലാമുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കാനും പാടില്ല. അതേസമയം സമൂഹത്തോട് നല്ല പ്രതിബദ്ധതയോടെ നീങ്ങാനും കഴിയും. നിങ്ങൾ ഓരോരുത്തരും ആ തരത്തിലുള്ള നിലപാട് നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം അംഗീകരിച്ചു പോകാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരായി മാറാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ദൗത്യം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയട്ടെ. നിങ്ങളുടെ സർവീസ് ജീവിതം എല്ലാം കൊണ്ടും ശോഭനമാകട്ടെ, വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ. ഇവിടെ ഈ ഓത്ത് ടേക്കിംഗ് സെറമണി ശുഭ പര്യവസാനത്തിലേക്ക്. കഴിഞ്ഞ വേനൽ ചൂടിൽ ഈ ചില്ലയിൽ ചേക്കേറി കൂടുകൂട്ടി സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരുന്നവർ, ഒരേ തൂവൽ പക്ഷികൾ, നേട്ടങ്ങൾ മാത്രം നൽകിയ മണ്ണിൽ നിന്ന് ഇവർ വിടവാങ്ങുന്നു. അനിവാര്യമായ മാറ്റത്തിൻ്റെ തുടക്കം. സ്റ്റോപ്പിംഗ് വൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്ന കവിതയിൽ റോബർട്ട് ഫ്രോസ്റ്റ് പാടി മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഈ വരികൾ ഇവിടെ പ്രസക്തമാകുന്നു. വൈലോക് പിള്ളി കന്നിക്കൊയ്ത്തിൽ പാടിയതുപോലെ പോകണം ഏറെ ദൂരം നേർത്തൊരി വരമ്പിലൂടെ, ഏകൈകരായി പോകണം ഞാൻ മുന്നിൽ നടന്നേക്കാം. ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു ഇവർക്ക്. ഈ സരസ്വതി ക്ഷേത്രം പകർന്നു നൽകിയ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഇവർ വിടവാങ്ങട്ടെ. ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിരവധി അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി ഇവർ വിടവാങ്ങുന്നു.
grant permission to dismiss, sir. Parade! Dismiss! ഒത്തിരി തിരക്കുകൾക്കിടയിലും സംസ്ഥാന ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം പങ്കെടുത്ത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ ചടങ്ങ് ധന്യമാക്കിയ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾക്കും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവർകൾക്കും പോലീസ് അക്കാദമിയുടെ എല്ലാവിധ നേട്ടങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ B സന്ധ്യ IPS അവർകൾക്കും ബഹുമാനപ്പെട്ട ADGP AP ബറ്റാലിയൻ ശ്രീ പത്മകുമാർ IPS അവർകൾക്കും ബഹുമാനപ്പെട്ട DIG AP ബറ്റാലിയൻ ശ്രീ P പ്രകാശ് IPS അവർകൾക്കും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവർകൾക്കും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് ഓൺലൈനിൽ തത്സമയം ഈ ചടങ്ങ് വീക്ഷിച്ച് ധന്യമാക്കിയ എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും പോലീസ് അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
I am taking one or two names. I will undermine the work done by others. And even IPRTC team under Vishwanath has really worked very hard. And they have shown the great work. And the show went flawless. I congratulate all of you for your effort and keep doing this kind of effort again and again. PEPA technically is the best team I have ever seen. They come up with all the solutions. I am really happy working with them. All the best to you for future endeavor as well. We have 2 more programs lined up, and entire success of those programs will again depend on your hard work. So all the best to you for those 2 programs. Bandmaster also has done excellent work today, and I was really happy. Flag team also, they were marching properly, and they have given their best. All the outdoor staff, particularly the Havaldars who were the trainers, they have done wonderful work, because nobody today, it was flawless kind of march. Even I was hearing that lining would not be sharing. They will not be having proper lining, but I have seen in the last that everybody was marching properly. Congratulations to all of you. Thank you. നമ്മുടെ കോട്ടയുടെ ആളോ എന്ന് പറഞ്ഞില്ല, കോട്ട ലാസ്റ്റ് ബുക്കാണോ?